ശ്രീജിത്ത്, ഇതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ നിയമസഭയിൽ MLA-മാരുടെ സത്യപ്രതിജ്ഞ ഉൾപ്പെടെ നടക്കേണ്ടതുണ്ട്. അതിൻ്റെയൊക്കെ തീയതികൾ എന്നത്തേക്കാണ്? സ്പീക്കർ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഉൾപ്പെടെ എന്നത്തേക്കാണ് തീരുമാനിച്ചിരിക്കുന്നത്? മെയ് 21-നാണ് പുതിയ MLA-മാരുടെ സത്യപ്രതിജ്ഞ നടക്കാൻ പോകുന്നത്. അതിന് സഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറുടെ ശുപാർശ ചെയ്യാൻ മന്ത്രിസഭ ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ മെയ് 21-ന് പുതിയ MLA-മാരുടെ സത്യപ്രതിജ്ഞ നടക്കും. മെയ് 22-നാണ് സ്പീക്കറുടെയും സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ്. മെയ് 29-ന് നയപ്രഖ്യാപന പ്രസംഗത്തോടെ നിയമസഭാ സമ്മേളനം തുടങ്ങും. അത് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കകം ബജറ്റ് അവതരിപ്പിക്കുന്നതാണ് കേരള നിയമസഭയുടെ നടപ്പ് രീതി. അതുകൊണ്ട് തന്നെ ജൂൺ 5-നായിരിക്കും പുതുക്കിയ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചാണ് പഴയ മന്ത്രിസഭ അധികാരമൊഴിഞ്ഞത്. എന്നാൽ ബജറ്റ് പുതുക്കും. എല്ലാം പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ചെയ്യുന്ന സാധാരണ നടപടിക്രമമാണ് ബജറ്റ് പുതുക്കുക എന്നുള്ളത്. ആ ബജറ്റ് പുതുക്കാൻ ഉള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അങ്ങനെ പുതുക്കിയ ബജറ്റ് അവതരണം ജൂൺ 5-നുണ്ടാകും. അതാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ടൈം ഷെഡ്യൂൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.